പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് സുവിശേഷകൻ 22-ാം അധ്യായത്തിൽ 54-ാം വചനത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചു. ഈ വചനം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചുള്ളൊരു വചനമാണ്. ഈശോയുടെ പീഡാനുഭവം ആരംഭിക്കുക. പീഡാനുഭവ യാത്രയുടെ ആരംഭം കുറിക്കുമ്പോൾ പത്രോസ് അകലെ മാറി അനുഗമിച്ചു. പിന്നീട് തീ കായാനായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി ഇരുന്നു. അപ്പോൾ ഒരു പരിചാരക ചോദിച്ചു, നീ അവൻ്റെ കൂടെ ഉള്ളവനല്ലേ? ഉടനെ തന്നെ അവൻ തള്ളിപ്പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്ന് ചോദിച്ചു, ഞാൻ അവനെ അറിയേയില്ല എന്ന് പറഞ്ഞു. ഏകദേശം ഒരു മണിക്കൂർ ശേഷം നീ അവൻ്റെ കൂടെ ഉള്ളവനാണെന്ന് തർപ്പിച്ച് മറ്റൊരാൾ പറഞ്ഞപ്പോൾ ഒരു തരത്തിലും അറിയേലാന്നതുപോലെ പത്രോസ് തള്ളിപ്പറയാനിടയായി. ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിക്കാൻ ഇടയാക്കിയ ഒരു വചനഭാഗമാണ്. പത്രോസ് ഈശോയെ അകലെ മാറി അനുഗമിച്ചു. ഇന്ന് ആരെല്ലാം അകലെ മാറി അനുഗമിച്ചിട്ടുണ്ടോ? ഈശോയെ ഞാൻ ഏതൊക്കെ കാലം അകലെ മാറി അനുഗമിച്ചു, അന്നെല്ലാം ഞാൻ ഈശോയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ കൂടെ ചേർന്ന് എന്ന് അനുഗമിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ഈശോയുടെ കൂടെയുള്ള ആളാണ്. ഒരിക്കലും തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല. തള്ളിപ്പറയാനൊരവസരം ഉണ്ടാകാതെ എനിക്ക് ഈശോയോട് കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം അകലെ മാറി അനുഗമിച്ച ഒരു കാലത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് കുമ്പസാരമുണ്ട്, കുർബാനയുണ്ട്, സൽപ്പേരുണ്ട്, നല്ല പയ്യൻ എന്നുള്ള പേരെല്ലാം ഉണ്ട്. ആ കാലഘട്ടത്തിലും ഞാൻ മദ്യപിക്കുന്നവരുടെ കൂടെ പോയി മദ്യപിക്കുന്നു, കൂട്ടുകൂടുന്നു, എല്ലാവിധ ഉഴപ്പിൻ്റെ കൂടെയും ആയിരുന്നെന്ന്. ഈശോയെ തള്ളിപ്പറയേണ്ടടുത്തും ദുഷിച്ചു പറയേണ്ടടുത്തും സഭാ നേതാക്കന്മാരെ ദുഷിക്കേണ്ടടുത്തും ഒക്കെ ദുഷിക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈശോയോട് ചേർന്ന് അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കത് സാധിക്കുകയില്ല. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന യോഹന്നാൻ ഒരു മാതൃകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന യോഹന്നാൻ ഒരിക്കലും ഈശോ തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈശോയോടും ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഒന്നാം സ്ഥാനം കൊടുക്കുന്ന നല്ല കൂട്ടായ്മയോടും ചേർന്ന് നിന്ന് വളരുമ്പോൾ മാത്രമേ ഒരിക്കലും ഈശോയെ തള്ളിപ്പറയാതെ ജീവിക്കാനും സാക്ഷ്യത്തിൻ്റെ ജീവൻ നയിക്കാനും പറ്റുന്ന കൃപയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. ഇതെൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വലിയ ഒരു കൃപയാണ് ഈശോയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആഗ്രഹിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഒരിക്കലും നിന്നിൽ നിന്ന് അകർന്നു നിൽക്കാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിച്ച് അവനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ അനുഗ്രഹം തേടി നമുക്ക് മുന്നേറാം.